പരിശുദ്ധ റമളാനിൽ അധികരിപ്പിക്കേണ്ട 4 കാര്യങ്ങൾ. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 4 കാര്യങ്ങൾ പരിശുദ്ധ റമളാനിൽ അധികരിപ്പിക്കണം. അതിൽ 1 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വചനമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വചനം അധികരിപ്പിക്കണം. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നീടുള്ള 2 കാര്യങ്ങൾ, 1 സ്വർഗത്തെ ചോദിക്കലാണ്, മറ്റൊന്ന് നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടലും അതിൽ നിന്ന് രക്ഷ ചോദിക്കലുമൊക്കെയാണ്. വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് നിസ്കാരത്തിനു ശേഷം മാത്രം ചൊല്ലാനുള്ളതല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ദുആ കഴിഞ്ഞതിന് ശേഷം ഒരു 3 തവണ ചൊല്ലാൻ മാത്രമുള്ള ദിക്റല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ദിക്ർ റമളാനിൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ അധികരിപ്പിക്കേണ്ട ദിക്റാണ്. അല്ലാഹുവിനോട് ചോദിക്കേണ്ട 4 കാര്യങ്ങളാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. റമളാനിന്റെ 1-ാമത്തെ 10 റഹ്മത്തിന്റെ 10 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹദീസുകൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം ലോകത്ത് പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അള്ളാഹു ആകുന്ന കാരുണ്യവാനായ റബ്ബ് കതബ അലാ നഫ്സിഹിർ റഹ്മ, അള്ളാഹു അവന്റെ മേൽ തന്നെ വിശേഷണമായി ചാർത്തിയത് കാരുണ്യത്തിന്റെ വർത്തമാനമാണ്. പരിശുദ്ധമായ ഖുർആനിലെ 113 അധ്യായങ്ങളും ആരംഭിക്കുമ്പോൾ നമ്മൾ പാരായണം ചെയ്യും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന് മറ്റു പേരുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിന് അവന്റെ അളമത്തിന് യോജിച്ചതായ ധാരാളം പേരുകളുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ 1-ാമത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. കരുണാമയനായ റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തുടർന്ന് 113 സൂറത്തുകളും നമ്മൾ ആരംഭിക്കുന്നത് ആ ബിസ്മി കൊണ്ടാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാമയനായ റബ്ബിനെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പൊക്കെയും പൂർത്തിയാക്കിയതിനു ശേഷം അർശിന്റെ മേലെ അല്ലാഹു തആല എഴുതി ഇന്ന റഹ്മതി സബഖത് ഗളബി, എന്റെ റഹ്മത്ത് എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. എന്റെ കോപത്തെക്കാൾ, എന്റെ ദേഷ്യത്തെക്കാൾ എന്റെ കാരുണ്യം മറികടന്നിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അർശിന്റെ മേലെ എഴുതിയിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യം അത് അപാരമായ കാരുണ്യമാണ്. നമ്മളൊക്കെ ചോദിക്കാതെ എത്രയോ കരുണ അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷങ്ങളെ, അല്ലാഹുവിന്റെ കാരുണ്യങ്ങളെ കുറിച്ച് ചോദിക്കൂ. അതെല്ലാം നമ്മൾ ചോദിച്ചു വാങ്ങിയതാണോ? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിച്ച കാരുണ്യവും കരുണയും അതെല്ലാം നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു ആകുന്ന റബ്ബ് തന്നതല്ല, മറിച്ച് അവന്റെ ഔദാര്യത്തിൽ നിന്ന് വാരിക്കോരി തന്നതാണ്. നമ്മൾ ചോദിച്ചത് നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ താഴെയാണ്. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരോഗ്യം, നമ്മൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങൾ, സുഖങ്ങൾ, ആനന്ദങ്ങൾ, ഇതെല്ലാം നമുക്ക് തന്നതാരാണ്? ഇതെല്ലാം റബ്ബിനോട് ചോദിച്ചപ്പോ അള്ളാഹു ഓരോന്നോരോന്നായി ഇങ്ങനെ തന്നതല്ല. അള്ളാഹു ആകുന്ന കാരുണ്യവാൻ അവന്റെ അടിമകൾ എന്ന നിലയിൽ വാരിക്കോരി തന്നതാണ്. അള്ളാഹു ആകുന്ന കാരുണ്യവാൻ അവന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ നമ്മോട് കരുണ ചെയ്തതാണ്. അള്ളാഹു കാരുണ്യവാനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ട ഒരു യുവതിയും അവരുടെ കുഞ്ഞും, ഒരു കുഞ്ഞിനെ കാണാതെ വേവലാതിപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഉമ്മ. ആ ഉമ്മ അവരുടെ കുഞ്ഞിനെ ഇങ്ങനെ തടവുകാരുടെ ഇടയിൽ അന്വേഷിക്കുകയാണ്. അവരുടെ വെപ്രാളം, ആവലാതി, ബേജാറ് ഇതെല്ലാം കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിക്കുന്നത്, ഉമറേ, ആ ഉമ്മയുടെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ മേലെയാണ് അല്ലാഹു അവന്റെ
അടിമകളോട് കാണിക്കുന്ന കാരുണ്യമെന്ന്, സ്നേഹമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ റഹ്മത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യങ്ങളിൽ നിന്ന്, 100 കരുണയിൽ നിന്ന് ഒരൊറ്റ കാരുണ്യം മാത്രമാണ് ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കാരുണ്യമാണ് ഉമ്മയ്ക്ക് മകനോടുള്ള, വാപ്പയ്ക്ക് മക്കളോടുള്ള, ഭൂമിയിലെ സൃഷ്ടിജാലങ്ങൾ തമ്മിലെല്ലാമുള്ള അടുപ്പം ആ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നാണ്. ബാക്കി 99 എണ്ണം നാളെ പരലോകത്തേക്ക് റബ്ബ് നീക്കി വെച്ചിരിക്കുകയാണ്. ആ കാരുണ്യം, അപ്പൊ കരുണ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം ദുനിയാവിൽ അവസാനിക്കുന്നതല്ല. ആ കാരുണ്യത്തിന്റെ അങ്ങേ തലയ്ക്കൽ സ്വർഗമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അത് നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ നബിമാരൊക്കെയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ചോദിച്ചിരുന്നു. സയ്യിദുനാ ആദം അലൈഹിസ്സലാം, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, അള്ളാഹു റഹ്മത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു പ്രവാചകനും ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല. അള്ളാഹുവേ വഅഫു അന്നാ വർഹംനാ എന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആകളിൽ പലയിടങ്ങളിലും കാണാം വഅഫു അന്നി വർഹംനി, റഹ്മത്ത് ചെയ്യണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ലോകത്തുള്ള സകല പ്രവാചകന്മാരും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ എന്തു ചെയ്യണം? കരുണയുടെ 10 അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ എന്തു ചെയ്യണം? പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വആമിനൂ ബിറസൂലി യുഅതികും കിഫ്ലൈനി മിർ റഹ്മതി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു ആകുന്ന സൃഷ്ടാവിൽ തഖ്വയുള്ളവരാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കണം. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ ലഅല്ലക്കും തുർഹമൂൻ. ഹബീബായ നബി തങ്ങളെ പിൻപറ്റുകയും അള്ളാഹുവിൽ പിൻപറ്റി ജീവിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഖുർആനിന്റെ പാരായണത്തെ വർദ്ധിപ്പിക്കുക, ഖുർആനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക. അങ്ങനെയായാൽ ലഅല്ലക്കും തുർഹമൂൻ. ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ റമളാനിൽ എന്തെല്ലാം കഴിയുമോ ചെറിയ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രായം കുറെ കഴിഞ്ഞു പോയില്ലേ എന്നാരും വിചാരിക്കരുത്. പ്രായം കുറെ കഴിഞ്ഞുപോയി എന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധ റമളാനാണല്ലോ, ഒരായത്ത് ഞാനൊന്ന് കാണാതെ പഠിക്കട്ടെ എന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ ഉറപ്പായും ഈ കൂട്ടത്തിൽ എത്ര പ്രായമുള്ള ആളിനും ഒരു ആയത്തെങ്കിലും റമളാനിൽ മനഃപ്പാഠമാക്കാൻ കഴിയും. ആ ഒരായത്ത് മനഃപ്പാഠമാക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന സമയമത്രയും അള്ളാഹു നമുക്ക് കരുണ ചെയ്യുമെന്ന ചിന്ത നമ്മുടെ കൽബിൽ വേണം. അതിന്റെ പാരായണം നാം വർദ്ധിപ്പിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്, എല്ലാ ജീവികളോടും കരുണ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് കരുണ ചെയ്യാൻ അത് കാരണമാണ്. അർറഹീമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തിന്റെ അധിപനായ റബ്ബ് എപ്പോഴാണ് നമുക്ക് കരുണ ചെയ്യുന്നത്? നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു എപ്പോഴാണ് അവന്റെ അടിമകൾക്ക് കരുണ ചെയ്യുക? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യൂ. ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യൂ. നിങ്ങളുടെ കാരുണ്യം നിങ്ങളുടെ ഭൂമിയിലുള്ള സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, സഹജീവികൾക്ക് ഇങ്ങനെ ഒഴുകുമ്പോ ആകാശത്തിന്റെ അധിപനായ റബ്ബ് നിങ്ങൾക്കും കരുണ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കരുണ ചെയ്യുമ്പോൾ അല്ലാഹു തആല അതിനു മേലെ നിനക്ക് കരുണ ചെയ്യും. നീ ചെയ്തതുപോലെ എന്നല്ല. ഒരാൾക്ക് നമ്മൾ ഒരു കാരുണ്യം ചെയ്താൽ നമ്മൾ ചെയ്തതുപോലെ എന്നല്ല, നിന്നെക്കാൾ മേലെ ഇരിക്കുന്ന റബ്ബ് അതിലും മേലെ നിനക്ക് കാരുണ്യം ചെയ്യും. അപ്പോൾ പരിശുദ്ധമായ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളിൽ ബാക്കിയുള്ള മറ്റുള്ള മനുഷ്യർക്ക്, മറ്റുള്ള ജീവജാലങ്ങൾക്ക് കരുണയുള്ളവരായി മാറണം. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും.
നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളം കമ്പനികളുണ്ട്. നല്ല ചൂടുള്ള സമയമാണ്. അതിൽ തന്നെ നോമ്പെടുക്കുന്ന ആളുകളുണ്ടാകും. അവരോട് വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹു തആല നിങ്ങൾക്കത് കാരണം വിട്ടുവീഴ്ച ചെയ്യും. ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനിൽ ചെറിയ കുറവൊക്കെ ഉണ്ടായി എന്ന് വരും. പക്ഷേ നമ്മൾ ആ വിട്ടുവീഴ്ച ചെയ്തത് അള്ളാഹുവിൻ്റെ മാസത്തെ ആലോചിച്ചാണല്ലോ, റമളാനിനെ ആലോചിച്ചാണല്ലോ, പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച ഈ മാസത്തെ ബഹുമാനിച്ചാണല്ലോ, നോമ്പ് പിടിച്ചതുകൊണ്ടാണല്ലോ. ആ വിട്ടുവീഴ്ച നമുക്ക് സ്വർഗം നേടിത്തരാനുള്ള വിട്ടുവീഴ്ചയാണ്. നമ്മുടെ ജോലിക്കാരുടെ കൂട്ടത്തിൽ, നമ്മുടെ കീഴിൽ പണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ റമളാനുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിന്, ഭാര്യമാർക്ക്, മക്കൾക്ക്, എല്ലാവരോടും കരുണയുടെ സ്വഭാവം നമ്മുടെ ഖൽബിൽ വന്നാൽ ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നിങ്ങളൊന്ന് ഊട്ടി ഉറപ്പിക്കൂ. നിങ്ങൾ സഹോദരങ്ങളല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും ഫത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയാൽ, ഒരു മഹല്ല് നിവാസികളാണ്, ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അയൽക്കാരാണ്, കൂട്ടുകാരാണ്, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയുള്ള സമീപനം, ആ സമീപനം പുലർത്തിയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കരുണ ചൊരിഞ്ഞു തരും എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ കുടുംബത്തെ നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. പാതിരാവിൽ ഒരാൾ തന്റെ കുടുംബത്തെ നിസ്കരിക്കുവാൻ വേണ്ടി വിളിച്ചുണർത്തിയാൽ അയാൾക്ക് അള്ളാഹു കരുണ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് കരുണ ചെയ്യുന്ന വഴികളൊക്കെയും ഏതെല്ലാം വഴിയിലൂടെ നടന്നാലാണ് റബ്ബനിക്ക് കരുണ ചെയ്യുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കാരുണ്യത്തെ അങ്ങേയറ്റം ആഗ്രഹിക്കുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുതേ എന്ന് ഖുർആൻ. അങ്ങനെ ആശ മുറിഞ്ഞു പോയാൽ വലാ തയഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. അങ്ങനെ ആശ മുറിഞ്ഞു പോകുന്നത് ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിരീങ്ങളായ ആളുകളാണ്, അവിശ്വാസികളായ ആളുകളാണ്, കാഫിറുകളായ, അള്ളാഹുവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് വിശ്വാസത്തിൽ കുറവ് വന്നുപോയ ആളുകളാണ്, വിശ്വാസം വീണുപോയ ആളുകളാണ്. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ത് കാര്യത്തിലും അള്ളാഹുവിൽ പ്രതീക്ഷിക്കുക. പടച്ചവൻ എനിക്ക് കരുണ ചെയ്യും, എൻ്റെ രോഗങ്ങൾ മാറും, എൻ്റെ വിഷമങ്ങൾ മാറും, എൻ്റെ പ്രയാസങ്ങൾ മാറും, എൻ്റെ കടങ്ങൾ തീരും, എൻ്റെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കും. ഈ ഒരു പ്രതീക്ഷ, അതാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൽ നിങ്ങൾ നിരാശപ്പെടരുതേ. അള്ളാഹു ആകുന്ന സൃഷ്ടാവ് നിങ്ങൾക്ക് എങ്ങനെയാണ് കരുണ ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. ആ സൃഷ്ടാവായ റബ്ബിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവന്റെ കാരുണ്യം, അവന്റെ റഹ്മത്ത് അതാവോളം ഇറങ്ങുന്ന പരിശുദ്ധ റമളാനിന്റെ ഒന്നാമത്തെ 10, ആ 10 ദിവസങ്ങൾ നല്ലതുപോലെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു അകറ്റി തരുമാറാകട്ടെ. ജീവിതം ബറക്കത്തിലാക്കി തരുമാറാകട്ടെ.